എറണാകുളം കോതമംഗലം വാരപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച മൈലൂർ കള്ളുഷാപ്പിനെതിരെ ജനരോഷം ശക്തമാകുന്നു. പ്രദേശത്ത് മദ്യപരുടെ അക്രമവും സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഷാപ്പ് അടച്ചു പൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ മൈലൂരിലാണ് കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് 23-ാം തീയതി തുടങ്ങിയ സമരമാണ്. ഈ കാര്യം ഇത്ര ദിവസമായി ഇതിന് യാതൊരു പോംവഴിയും ഒരു റദ്ദായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണറെയും കളക്ടറിനെയും എല്ലാവർക്കും ജോയിന്റ് കമ്മീഷണർ എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷനിലും കോതമംഗലം എക്സൈസിനും ഒക്കെ പരാതി കൊടുത്തതിന് യാതൊരു നീക്കുപോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ യാതൊരുവിധ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത ഷാപ്പ് കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാമെന്നും ഷാപ്പ് അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഈ ഷാപ്പിന് യാതൊരുവിധ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ പഞ്ചായത്തിൽ നിന്നോ ഒന്നും യാതൊരു ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. ഈ ഷാപ്പ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും മുകളിലേക്ക് പോലെ താഴെയാണ്. എന്തൊപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലൈസൻസ് കൊടുത്തത്? ഈ അടച്ചുറപ്പില്ലാത്ത ബിൽഡിംഗ്, വീഴാത്ത ബിൽഡിംഗിൽ ഒരു ബാത്റൂം പോലും ഇല്ല. ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന് ഷാപ്പിന് ലൈസൻസ് കൊടുക്കാൻ പറ്റൂല നമുക്കറിയില്ല. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയും ദിവസമായി ഇവിടെ സമരം തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ടും ഇത് പിന്തുടരാൻ തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ തീരുമാനം. അതേസമയം പ്രായമായ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് ഷാപ്പ് നടത്തിപ്പിനായി വാടകയ്ക്ക് എടുത്തതെന്നും കെട്ടിട ഉടമയുടെ മകൾ രാജമ്മ പറഞ്ഞു. അച്ഛനെ ഇത് വഞ്ചിച്ച് ഒപ്പിടിച്ചതാണെന്നും പിന്നെ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഒപ്പിടിച്ചതും. പിന്നെ ഞങ്ങളിത് അറിഞ്ഞത് ഇവിടുന്ന് അയൽവാസികൾ കള്ളു ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത്. എഗ്രിമെൻ്റ് എന്നാന്നോ ഇത് ആർക്കാ എഴുതി കൊടുത്തേക്കണമെന്നോ ഒപ്പിട്ട് തന്നാന്നോ അറിഞ്ഞില്ല. അച്ഛൻ പറയുന്നത് വെള്ള പേപ്പറിലാണ് ഒപ്പിട്ടത്. പിന്നെ മുദ്രപത്രം കൊണ്ട് വരും, അന്നേരം നല്ല പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് പറഞ്ഞു. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇന്ന് ഈ ഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ ഷാപ്പ് ഒരു സുപ്രഭാതത്തിൽ ഈ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട അധികാരികൾക്കെല്ലാം പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെ പോലീസും എക്സൈസും ഷാപ്പ് ഉടമസ്ഥരുടെ ഒരു ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നതെന്ന് ഷാപ്പിന്റെ ചുമതലക്കാർ അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.